ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫണ്ട്സോറയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് നിഫ്റ്റിയുടെ മെയിൻലി സെൻസെക്സിന്റെ ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസ് നോക്കാം. അപ്പോൾ ഇന്നലെ നമ്മൾ അനാലിസിസ് ചെയ്തത് അനുസരിച്ച് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഞാൻ പറഞ്ഞിരുന്നു 23,800 മുകളിൽ അല്ലെങ്കിൽ 23,300 ബ്രേക്ക് ഔട്ട് ആണ്, എന്നാൽ മാത്രമേ ഒരു ബുള്ളിഷ് മൂവ്മെന്റോ അല്ലെങ്കിൽ താഴത്തോട്ടുള്ള ബെയറിഷ് മൂവ്മെന്റോ ഉണ്ടാവുമെന്ന്. പക്ഷേ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഗ്യാപ് ഡൗൺ ചെയ്താണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം നല്ലൊരു റിക്കവറി തന്നു. മൂവ്മെന്റ് ഇന്നുണ്ടായി. അതായത് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 268 പോയിന്റ്സ് അപ്പ് മൂവ്മെന്റ് നൽകി. പക്ഷെ മൊത്തത്തിൽ ഒരു മൂവ്മെന്റ് ഇന്നലെ ക്ലോസ് ചെയ്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ 41 പോയിന്റ്സ് കൂടുതൽ അപ്സൈഡിലോട്ട് മൂവ്മെന്റ് വന്നുള്ളൂ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കാൻ നേരത്ത് 41 പോയിന്റ്സ് ചെറിയ മൂവ്മെന്റ് ആണ്. പക്ഷേ യഥാർത്ഥത്തില് നിഫ്റ്റി 268 പോയിന്റ്സ് മൂവ് ചെയ്തു. നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട് 100 to 200 പോയിന്റ്സ് ആണ്. അത് വെച്ച് നോക്കാൻ നേരത്ത് 268 പോയിന്റ്സ് ആ ആവറേജ് മൂവ്മെന്റ് ഇന്ന് നിഫ്റ്റി ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഇതോടെ നമ്മുടെ വീക്ക്ലി പെർഫോമൻസ് ഇവിടെ ശ്രദ്ധിക്കേണ്ട 1.27% ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇനി എടുത്തു നോക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഫോർമേഷന് ശേഷം ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. ഇന്നത്തെ ഫോർമേഷന് ശേഷം നമ്മുടെ മാർക്കറ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ട്രിപ്പിൾ ബോട്ടം കൺഫർമേഷൻ പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു ട്രിപ്പിൾ ബോട്ടം പാറ്റേൺ ആണ് ഫോം ചെയ്തേക്കുന്നത്. മൂന്നും നല്ല സ്ട്രോങ് പാറ്റേൺസ് ആണ്. ഡബ്ല്യു പാറ്റേണിലും കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയ പാറ്റേൺ ആണ് ട്രിപ്പിൾ ബോട്ടം പാറ്റേൺ. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വരച്ചോട്ടെ. ട്രിപ്പിൾ ബോട്ടം പാറ്റേൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ആക്ടിവേറ്റ് ആയിട്ടില്ല ഈ ട്രിപ്പിൾ ബോട്ടം പാറ്റേൺ. ഈ ട്രിപ്പിൾ ബോട്ടം പാറ്റേൺ ആക്ടിവേറ്റ് ആണെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ അതേ റെസിസ്റ്റൻസ് ലെവൽ, ഞാൻ ഇപ്പോഴും പറയുന്നു, ആ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്കൊരു ബുള്ളിഷ് മൂവ്മെന്റ് കിട്ടുള്ളൂ. അത് ഇതുവരെ ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല. ഇന്ന് സംഭവിച്ചത് നേരെ താഴത്തോട്ട് പോകുന്ന ആ ഒരു സപ്പോർട്ടിൽ വീണ്ടും ടച്ച് ചെയ്ത് ബാക്ക്വേർഡ് ബൗൺസ് ചെയ്തു ഇന്ന് മാർക്കറ്റ്. അതാണ് ഈ റെസിസ്റ്റൻസ് 1 അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഇനി നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടന്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 23,400 ആണ്. കാര്യം ഇതിപ്പോൾ 3 ടൈംസ് ആണ് ഇത് മീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യാതെ തിരിച്ച് പുൾ ബാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 23,400 എന്ന ലെവല് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. 23,400 ഇമ്പോർട്ടന്റ് ലെവൽ ഓഫ് ഇൻട്രാഡേ സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യും. കാര്യം ഇത് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് താഴെയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, താഴെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ നമുക്ക് ബാക്കി 100 പോയിന്റ്സ് ഫില്ലാകാനുള്ള ഗ്യാപ്പ് ഉണ്ട്. ഞാനിവിടെ എഴുതിയിടാം 100 പോയിന്റ്സ്. അത് ഇതുവരെ ഫില്ലായിട്ടില്ല. അതിനാണ് ഈ 23,400 ബ്രേക്ക് ആകേണ്ടത്. അപ്പൊ താഴെ ഒരു 100, മോളില് സെയിം തന്നെ ഞാൻ മെഷർ ചെയ്തോട്ടെ. മോളില് ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. അത് 23,800 ക്രോസ് ചെയ്താൽ മാത്രമേ ആ ഒരു ഗ്യാപ്പ് ക്ലോസ് ആകാനുള്ള, ഒറ്റയടിക്ക് അപ്പോഴും ഞാൻ പറയുന്നു ഒറ്റയടിക്ക് ക്ലോസ് ആവില്ല. ഇവിടെ വന്ന് ബൗൺസ് ചെയ്യാൻ ധാരാളം ചാൻസ് ഉണ്ട്. അതായത് ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് റീട്രേസ് ചെയ്യാൻ ധാരാളം ചാൻസ് ഉണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കാം. ഇതിന്റെ മെഷർമെന്റ് വരുന്നത് ഏകദേശം 150 പോയിന്റ്സ് ആണ്. 158 ഉണ്ട്. നമ്മൾ റൗണ്ട് അപ്പ് ആയിട്ട് 150 പോയിന്റ്സ് ഗ്യാപ്പ് എന്ന് എഴുതുന്നു. അപ്പൊ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് നമുക്ക് നിഫ്റ്റി 50യിൽ നോക്കാനുള്ളത്. നിഫ്റ്റി 50 സൈഡ് വേസ് മൂവ്മെന്റ് ആണ്. ഒരു വീക്ക്ലിയിൽ വെച്ച് നോക്കാൻ നേരത്ത് സൈഡ് വേസ് മൂവ്മെന്റ് ആണ്. അതുകൊണ്ടാണ് ഈ 23,800ഉം 23,400ഉം എന്ന ലെവല് ബ്രേക്ക് ഔട്ട് ആവണമെന്ന് ഞാൻ എടുത്തു പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നത്തെ ഫോർമേഷനോട് കൂടി നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ ഒന്ന് ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. നല്ല കാര്യം. പക്ഷെ നമ്മൾ ഇന്നലെ പറഞ്ഞ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ഔട്ട് ആയില്ല. കറക്റ്റ് ഒരു ചെറിയ മൂവ്മെന്റ് ആയിരുന്നു. 153 പോയിന്റ്സ് മൂവ്മെന്റ്, 0.29%. ഞാൻ ബാങ്ക് നിഫ്റ്റിനെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട് 150 to 300 പോയിന്റ്സ് ആണ് ആവറേജ് മൂവ്മെന്റ്. അതിനകത്ത് 153 പോയിന്റ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് മൂവ് ചെയ്തു. പക്ഷേ എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന കുറച്ചല്ല മൂവ് ചെയ്തേക്കുന്നത്. ശരിക്കും മൂവ് ചെയ്തേക്കുന്നത് 864 പോയിന്റ്സ് ആണ്. ഡൗൺ ലെവലിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 864 പോയിന്റ്സ് ആണ്. രാവിലെ ഒരു ഗ്യാപ്പ് കൂടി വന്നിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ മുകളിലോട്ട് പോയെയും കൂടി നമ്മൾ കണക്കാക്കണം. അപ്പൊ നല്ലൊരു മൂവ്മെന്റ് എന്ന് പറയാൻ കാരണം അതാണ്. ഓക്കെ, അപ്പോ പിന്നെ ഈ എടുത്തു കാണിക്കാനുള്ള ഈ ട്രെൻഡ് ലൈനും ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. ചെറുതായിട്ട് ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. അതിന്റെ തൊട്ടു മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലിലാണ് വന്ന് സ്റ്റോപ്പ് ചെയ്തേക്കുന്നത്. ഓക്കെ, പക്ഷെ 54,400 ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല. അപ്പൊ
ഇത് വെച്ചാണ് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാനുള്ള. ആദ്യമേ തന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി, നിഫ്റ്റിയുടെ ക്ലോസിങ് ഞാൻ മാർക്ക് ചെയ്തില്ല, അപ്പൊ അതൊന്ന് മാർക്ക് ചെയ്തോട്ടെ. ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 23,664 ആണ് ഇന്നത്തെ നിഫ്റ്റിയുടെ വെനസ്ഡേ ക്ലോസിംഗ്. ബൈസെൽ വാല്യൂ വന്നത് 23,659.00 പ്ലസ് 41 പോയിന്റ്സ് അപ്പ് 0.17% പെർസെൻറ്റേജ് വൈസ് മൂവ്മെന്റ്. അതുപോലെ തന്നെ ഇവിടെ ബാങ്ക് നിഫ്റ്റിയുടെ നോക്കുവാണെങ്കിൽ ഞാനൊന്ന് മെഷർ ചെയ്തോട്ടെ. അതായത് ഇവിടെ 53,576 ആണ് നമ്മുടെ ഇന്നത്തെ വെനസ്ഡേ ക്ലോസിംഗ്. ബൈസെൽ വാല്യൂ വന്നത് ഏകദേശം 53,562.20 പ്ലസ് 153.05 പോയിന്റ്സ് അപ്പ് 0.29% അപ്പ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ വീക്ക്ലി ഒരു മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ 0.07 നെഗറ്റീവ്. അത് നല്ലൊരു കാര്യമാണ്. കാര്യം തിരിച്ച് ഒരു ബുള്ളിഷിലോട്ടുള്ള മൂവ്മെന്റ് 0.07 എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ബെയറിഷ് മൂവ്മെന്റ് ആണ് വീക്ക്ലി പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ. അത് നല്ല കാര്യം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ട്രെൻഡ് ലൈൻ ചെറുതായിട്ട് ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഇനി നോക്കണമെങ്കിൽ അടുത്ത വരുന്ന ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 54,200 ആയിട്ട് എടുക്കാം. കാര്യം ആവറേജ് മൂവ്മെന്റ് ഒക്കെ വെച്ച് നോക്കാൻ നേരത്ത് 54,200 ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ റെസിസ്റ്റൻസ് ലെവൽ 1. പിന്നെ അതുപോലെ തന്നെ സപ്പോർട്ട് ലെവൽ വരുന്നത് ഇവിടം കൊണ്ടായിരിക്കും. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഓൾറെഡി ഇന്നലത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, പിന്നെ വീക്ക്ലി അനാലിസിസിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഈ ലെവൽസ് എടുക്കണമെന്ന്. അപ്പോൾ 53,000 ആണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് സെൻസെക്സ് നോക്കാം. അപ്പോൾ ജസ്റ്റ് സെൻസെക്സിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഇന്ന് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ മൂവ്മെന്റ് ആണ് ഈ കാണിക്കുന്നത്. അപ്പൊ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നത്തെ മൂവ്മെന്റ് ഒരു ഇത്തിരി ലാസ്റ്റ് മൂവ്മെന്റ് ഇപ്പോൾ ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ബുള്ളിഷ് മൂവ്മെന്റ് കാണിച്ചു, പക്ഷെ മോർണിംഗ് ടൈമിൽ നല്ലൊരു ബെയറിഷ് ആയിരുന്നു. അത് തന്നെയാണ് മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്ത ഗ്യാപ് ഡൗൺ. കാര്യം ഞാൻ എടുത്തു പറഞ്ഞിരുന്നു, ഇന്ന് 20th മെയ് ഗിഫ്റ്റ് നിഫ്റ്റി ബെയറിഷ് ആയിട്ടാണ് ഓപ്പൺ അപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു ഡൗൺവേർഡ് മൂവ്മെന്റ്, ഒരു ഗ്യാപ് ഡൗൺ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം 19th മെയ് ഏകദേശം 9:15 വരെ ഒരു ബെയറിഷ് മൂവ്മെന്റ് ആയിരുന്നു ഗിഫ്റ്റ് നിഫ്റ്റിയിലുള്ളത്. ഈ ഒരു റേഞ്ച് നോക്കിയാൽ മനസ്സിലാവും, ഒരു ബെയറിഷ് മൂവ്മെന്റ് ആയിരുന്നു ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് ഇത്തിരി ബെയറിഷ് ആയിട്ട് തന്നെയാണ് മാർക്കറ്റിൽ പെർഫോം ചെയ്തത്. ഒരു ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഞാൻ പറഞ്ഞിരുന്നു ഗിഫ്റ്റ് നിഫ്റ്റി നോക്കിയിട്ട് വേണം ഇന്ത്യൻ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് നമ്മൾ മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ ആ ഒരു ടൈമിൽ ഡൗൺ ആയിരുന്ന കാരണമാണ് ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനി സെൻസെക്സിലോട്ട് കടക്കാം. അപ്പോൾ സെൻസെക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തത് കൊണ്ട് ഗിഫ്റ്റ് നിഫ്റ്റി അല്ല, ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഒരു ബെയറിഷ് മൂവ്മെന്റ് ഉണ്ടായതുകൊണ്ട് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്തത്. എന്നിട്ട് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് തന്നു. 200 പോയിന്റ്സ് മുകളിലുള്ള ഗ്യാപ്പ് ഇതുവരെ ക്ലോസ് ആയിട്ടില്ല, അതിപ്പോഴും ക്ലോസ് ആകാനായിട്ട് നിലവിൽ നിൽക്കുന്നു. അപ്പൊ ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാം. അപ്പൊ ആദ്യമേ തന്നെ ഗ്യാപ്പ് ഒന്ന് എഴുതിക്കോട്ടെ. അതായത് മുകളിലുള്ള 200 പോയിന്റ്സ് ഗ്യാപ്പ്, അതാണ് ഇനി നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം. ആ ഗ്യാപ്പിനോട് അടുക്കും തോറും ഗ്യാപ് ക്ലോസിനുള്ള ചാൻസസ് കൂടുന്നതായിരിക്കും, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ക്ലോസിംഗ് ഒന്ന് മാർക്ക് ചെയ്തോട്ടെ. ഇന്ന് സെൻസെക്സ് എടുത്ത് ഞാൻ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, സെൻസെക്സ് നാളെ എക്സ്പയറി ആണ്, സെൻസെക്സിന്റെ വീക്ക്ലി എക്സ്പയറി ആണ്. അതുകൊണ്ട് സൂക്ഷിച്ച് ട്രേഡ് ചെയ്യണം, മാർക്കറ്റ് വോളറ്റൈൽ ആയിരിക്കും. അപ്പോൾ 75,336 ആണ് ഇന്നത്തെ നമ്മുടെ വെനസ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 75,318.39 പ്ലസ് 117.54 പോയിന്റ്സ് അപ്പ് 0.16% അപ്പ് മൂവ്മെന്റ്. ഇന്നത്തെ മൂവ്മെന്റോട് കൂടി വീക്ക്ലി മൂവ്മെന്റ് 1.18% ബുള്ളിഷ് ആയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം. അത് മാത്രമല്ല, ഇനി ഇവിടെ നോക്കാനുള്ളത് സെൻസെക്സിലും നമ്മുടെ
ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നത് കംപ്ലീറ്റ്ലി ക്ലോസ് ആയി. അത് മാത്രമല്ല, മൊത്തം മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ 117 അല്ല മൂവ്മെന്റ് വന്നിരിക്കുന്നത്, നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് 811.49 എന്ന് പറയാൻ നേരത്ത് 1000 പോയിന്റ്സ് ഇല്ലെങ്കിലും ഒരു 900 പോയിന്റ്സിന്റെ ഒക്കെ അടുത്ത് മൂവ്മെന്റ് വന്നിട്ടുണ്ട്. സെൻസെക്സിന്റെ ആവറേജ് മൂവ്മെന്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട് 500 to 1000 പോയിന്റ്സ് ആണെന്ന്. അത് വെച്ച് നോക്കാൻ നേരത്തെ 811 നല്ലൊരു മൂവ്മെന്റ് ആണ്. കാര്യം ഒരു ഗ്യാപ് ഡൗൺ ഉണ്ടായിരുന്നു, അത് കവറും ചെയ്താണ് മുകളിലോട്ട് 117 പോയിന്റ്സ് മൂവ് ചെയ്തത്. ആ ഒരു മാർക്കറ്റിന്റെ സ്ട്രെങ്ത് നമ്മൾ മനസ്സിലാക്കണം. ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസിലോട്ട് കടക്കാം. ഇൻട്രാഡേ അനാലിസിസ് നാളത്തേക്കുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ റെസിസ്റ്റൻസ് ലെവലും കാര്യങ്ങളൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു 200 പോയിന്റ്സ് ഗ്യാപ്പ് ഉണ്ട് ഇവിടെ. പിന്നെ മുകളിൽ നോക്കുവാണെങ്കിൽ മുകളിൽ ഒരു ഇമ്പോർട്ടൻറ്റ് വലിയ ഗ്യാപ്പ് ഉണ്ട്. ഈ 200 പോയിന്റ്സ് ഗ്യാപ്പ് കൂടാതെ മുകളിലുള്ള വേറൊരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഞാൻ മെഷർ ചെയ്ത് കാണിച്ചു തരാം. അത് ഇത്തിരി വലിയ ഗ്യാപ്പാണ്. 200-നേലും കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണേണ്ട ഗ്യാപ്പാണ്. ഏകദേശം 500 പോയിന്റ്സിന്റെ അടുത്ത് വരുന്ന ഒരു ഗ്യാപ്പ് മുകളിലും ഉണ്ട്. ഞാനിവിടെ എഴുതട്ടെ 500 പോയിന്റ്സ്. അപ്പൊ ഈ രണ്ട് ഗ്യാപ്പും വളരെയധികം ശ്രദ്ധിക്കണം. അത് അത്രയും മുകളിലോട്ട് പോണതിന് മുമ്പ് അത് ഈ 200 പോയിന്റ്സ് ഗ്യാപ്പ് ക്ലോസ് ആവും. അതാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്ക് വരാൻ പോകുന്ന ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് 75,700 ആയിരിക്കും. 75,700 ഇതായിരിക്കും നാളെ വരാൻ പോണ ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ലെവൽ 1. പിന്നെ അത് കഴിഞ്ഞ് സപ്പോർട്ട് ലെവൽ നോക്കാനാണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽ വരാൻ പോകുന്നത് ഇവിടം കൊണ്ടായിരിക്കും. ഇതെന്ന് പറയുന്നത് 74,800 എന്ന ലെവലാണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം. 74,800 ഇതായിരിക്കും ഇമ്പോർട്ടൻറ്റ് ഇൻട്രാഡേ സപ്പോർട്ട് ലെവൽ 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പക്ഷെ ഇതിനും പുറമെ നമ്മൾ ഫിബൊനാച്ചി അനാലിസിസ് നോക്കണമെങ്കിൽ ഞാൻ ഫിബൊനാച്ചി ഒന്ന് കറക്റ്റ് പൊസിഷനിൽ വെച്ചോട്ടെ. അപ്പോൾ ഫിബൊനാച്ചി അനാലിസിസ് നോക്കുവാണെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ലെവൽസ് എനിക്ക് എടുത്ത് കാണിക്കാനുണ്ട്. ഞാനൊന്ന് അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 0.382 എന്ന ലെവല് ഞാനിപ്പോൾ വരച്ചേക്കുന്ന റെസിസ്റ്റൻസ് ലെവല് ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ട് കാണണം. കാര്യം ഇവിടെ എന്താണെന്ന് വെച്ചാൽ 0.382 ഒരു ഇമ്പോർട്ടൻറ്റ് ഫിബൊനാച്ചി ലെവലും കൂടിയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇമ്പോർട്ടൻറ്റ് ഫിബൊനാച്ചി ലെവലും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ 75,700 ബ്രേക്ക് ഔട്ട് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഈ 200 ചെറിയ ഗ്യാപ്പ് ആണെങ്കിൽ അത് ക്ലോസ് ആവുകയും ഒരു ചെറിയ അപ്വേർഡ് മൂവ്മെന്റ് പ്രതീക്ഷിക്കുകയും ചെയ്യാം. പക്ഷേ ആ ഒരു അപ്വേർഡ് മൂവ്മെന്റ് നെക്സ്റ്റ് ഒരു ലെവൽ നമുക്ക് നോക്കാൻ പറ്റുന്ന നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ ഫിബൊനാച്ചി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 76,400 എന്ന ലെവലാണ്. ഞാനിവിടെ മാർക്ക് ചെയ്തോട്ടെ. 76,400 എന്ന ലെവലാണ്. ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് ടു ആസ് പെർ ഫിബൊനാച്ചി അനാലിസിസ് നമുക്ക് ചെയ്യാൻ നേരത്ത് കിട്ടുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. കാര്യം 0.5 എന്ന ഫിബൊനാച്ചി ലെവലിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് പോകുന്ന പോയിന്റ് ആണ്. കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ ലോ ടു ഹൈ ആവറേജ് എടുക്കാൻ നേരത്ത് കണ്ടോ ഈ ആവറേജ് ലെവലിനെ 0.5നെ ബ്രേക്ക് ഔട്ട് ചെയ്ത് പോകുന്ന ലെവലാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റ് ആവറേജ് ലെവലിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കൂടുതൽ ബുള്ളിഷ് സൈഡിലോട്ട് പോകാൻ ചാൻസസ് കൂടും. ഒറ്റയടിക്ക് 500 പോയിന്റ്സ് ക്ലോസ് ആവില്ല, എന്നാലും ചെറുതായിട്ട് ആ ഗ്യാപ്പ് ക്ലോസ് ആകാൻ തുടങ്ങും. അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് സെൻസെക്സിനെ അപേക്ഷിച്ച് നമുക്ക് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് സെൻസെക്സിൽ കിട്ടും. ഈവൻ വീക്ക്ലി പെർഫോമൻസ് ബെറ്റർ ആകും. അതുപോലെ തന്നെ നമുക്ക് നോക്കാനുള്ള മേജർ സപ്പോർട്ട് ലെവൽ വരാൻ പോകുന്നത് 74,000 എന്ന ലെവലാണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം. 74,000 ഇൻട്രാഡേ സപ്പോർട്ട് 2 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആണ്. പ്രത്യേകിച്ച് നാളത്തെ സെൻസെക്സ് എക്സ്പയറിക്ക് നോക്കാൻ നേരത്തുള്ളത്. ഇതൊന്നും നടന്നില്ലെങ്കിൽ എനിക്ക് എടുത്തു പറയാനുള്ളത് ഈ ഒരു ലെവൽ ഉണ്ടല്ലോ, അതായത് ഞാൻ ഈ ബോക്സിൽ വരക്കാം. ഞാൻ ഒന്നും കൂടി ഡാർക്കർ ഷെയ്ഡ് ആക്കാം. ഈ ഒരു സോണിൽ സൈഡ് വേസ് മൂവ്മെന്റ് ആയിരിക്കും നടക്കാൻ പോകുന്നത്. ഈ ഒരു സോണിൽ സൈഡ് വേസ് മൂവ്മെന്റ്, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ഉണ്ടാകാൻ ധാരാളം സാധ്യതയുണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് എന്താ കറക്റ്റ് ആയിട്ട് ഇത് ബ്രേക്ക് ഔട്ട് ആണ്. അതായത് 75,700 എന്ന ലെവല് ബ്രേക്ക് ഔട്ട് ആണ്. എന്നാൽ മാത്രമേ നമുക്ക് ഒരു അപ്വേർഡ് കണ്ടിന്യൂസ് മൂവ്മെന്റ് കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം ഇതുപോലെ ഈ 75,700 74,800 സോണിൽ മാർക്കറ്റ് മൂവ് ചെയ്യും. ടു ആൻ
എക്സ്റ്റെൻറ്റ് കുറച്ചും കൂടി എടുത്ത് പറയാനാണെങ്കിൽ മാക്സിമം 74,000 വരെ പോവുള്ളൂ. പക്ഷേ ഇത് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ ഒന്നെങ്കിൽ ഒരു ഗ്യാപ് ഡൗൺ നടക്കണം, അല്ലെങ്കിൽ ഒരു 1 അവർ ബെയറിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ നമുക്ക് കിട്ടണം. 1 അവർ നല്ല സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാക്കാം ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് സെല്ലേഴ്സ് ഡോമിനേഷൻ തുടങ്ങിയെന്ന്. അല്ലെങ്കിൽ പിന്നെയുള്ള നെക്സ്റ്റ് ഓപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ 0.5 എന്ന ഫിബിനോക്കി ലെവൽ, അതായത് ഈ ഒരു ലെവല് നമ്മുടെ ആവറേജ് ലെവല് ഇത് ഇവിടെ വരച്ചേക്കണ പോലെ ബ്രേക്ക് ഔട്ട് ആയി പോകണം. എന്നാൽ മാത്രമേ നമുക്ക്, എന്നാലും അത്ര വലിയ മൂവ്മെന്റ് അല്ല, ഈ 500 പോയിന്റ്സ് മുകളിലുള്ള ഗ്യാപ്പ് പതിയെ ക്ലോസ് ആകാൻ തുടങ്ങും, ഒറ്റയടിക്കല്ല. ഓക്കെ, അപ്പൊ ഇത്രയും ശ്രദ്ധിച്ചു വേണം നാളെ മാർക്കറ്റിൽ, പ്രത്യേകിച്ച് ഓപ്ഷൻ ബയേഴ്സ് വളരെയധികം ശ്രദ്ധിക്കുക. സൈഡ് വേസ് മൂവ്മെന്റ് കൂടുമ്പോൾ തീറ്റ ഡിക്കെ കൂടും, അപ്പൊ വിചാരിച്ച പോലെയുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ കൺഫർമേഷൻ ബ്രേക്ക് ഔട്ട്സിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുന്നതായിരിക്കും ഏറ്റവും സേഫർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഞാൻ വരക്കുന്ന പോലെ അനാലിസിസും ആവറേജും കൺഫർമേഷൻ ലെവലും ഒക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ ഓപ്ഷൻ ട്രേഡിംഗ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ്, ഇക്വിറ്റി മാർക്കറ്റ്, ഇതൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഫിബിനോക്കി അനാലിസിസും സെന്റിമെന്റലും വോളിയൂമും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു നമ്പറായ 8870135772 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ബിഗിനർ ലെവലിലായിക്കോട്ടെ അഥവാ കുറച്ചും കൂടി എക്സ്പേർട്ട് ലെവലിലായിക്കോട്ടെ, നിങ്ങളുടെ പ്രൊഫഷണൽ ലെവലിൽ വരെ ആക്കി തരാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ലൈഫ് ടൈം ആക്സസും ലൈഫ് ടൈം വാട്സാപ്പ് സപ്പോർട്ടും വിത്ത് റെക്കോർഡഡ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എൻ്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എൻ്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ താങ്ക് യു, ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഫണ്ട്സോറയിൽ നിന്ന് വിടാം. താങ്ക് യു, ബൈ. ഹാവ് എ നൈസ് ഡേ.